നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഗർഭഛിദ്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച യുവതിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. ലൈംഗികാരോപണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം നാളെ മുതൽ നടപടി തുടങ്ങും. ആദ്യം ആരോപണം ഉന്നയിച്ച സിനിമാ താരം റിനി ആൻ ജോർജിന്റെയും ട്രാൻസ്ജെൻഡർ അവന്തികയുടെയും മൊഴിയും എടുക്കും. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ്. എപ്പോഴും മൂന്നാം കക്ഷികളുടെ പരാതികളിന്മേൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണ സംഘം നേരിടുന്നത്. ഇവിടെയും സമാനമായ സാഹചര്യത്തിലാണോ ഇപ്പോൾ അന്വേഷണ സംഘം നിൽക്കുന്നത്? അതിജീവിത മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ടോ? എന്തൊക്കെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സുജയ. ഈ കേസ് അന്വേഷിക്കുന്ന SIT ഇന്നലെ വിശദമായ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുജയ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതിൽ 10ഓളം പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. പോലീസ് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുമുണ്ട്. പക്ഷേ ഈ പരാതികളെല്ലാം മൂന്നാം കക്ഷികളാണ് പൊതു താല്പര്യപ്രകാരം നൽകുന്ന പരാതി. രാഷ്ട്രീയക്കാരോ മറ്റ് പൊതുപ്രവർത്തകരോ നൽകുന്ന പരാതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായും ചില ഓഡിയോ സംഭാഷണങ്ങൾ ഗർഭചിത്രം നടത്തിയ യുവതിയുടേത്, പെൺകുട്ടിയുടേത് പുറത്തു വന്നിരുന്നു. അവരോട് സംസാരിച്ച് മൊഴിയെടുത്ത് ആ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയാൽ മാത്രമേ കേസ് ബലപ്പെടുകയുള്ളൂ, മുന്നോട്ട് പോവുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത്. എങ്കിൽ പോലും ആ പെൺകുട്ടിയുമായി സംസാരിക്കാനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ പോസിറ്റീവായ സമീപനമാണ് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് എന്നതാണ് അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല. അവരെന്തായാലും നാളെ മുതൽ അന്വേഷണം തുടങ്ങിയാണ്. ആദ്യം പരാതി നൽകിയ ആളുകളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്ത് പറയാതെ ആരോപണം ഉന്നയിച്ച സിനിമാ താരം റിനി ആൻ ജോർജിന്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്ത് പറഞ്ഞ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അവന്തികയുടെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം മാത്രമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അന്വേഷണ സംഘം പോവുക. പുറത്തു വന്ന ഓഡിയോ സംഭാഷണത്തിൽ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് എന്ന് ഉറപ്പിക്കാനുള്ള പരിശോധനകളിലേക്കും അന്വേഷണ സംഘം കടക്കും. സുജയ. ഓക്കെ റഹീസ്, ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്താം. എന്തായാലും അന്വേഷണം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടീം.